ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു കുട്ടി ബ്ലോഗ് ചെയ്യാമെന്ന് വെച്ചു. ബ്ലോഗ് എന്ന് വെച്ചാൽ ചെറിയൊരു പർച്ചേസിങ് വീഡിയോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഞങ്ങൾക്കൊക്കെ ലീവാണ്. അതുകൊണ്ടൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ സമയം ഇവിടെ 9:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് 10:21 ട്രെയിന്. അപ്പം ഇനിയൊന്ന് റെഡി ആയിട്ട് പോകണം. ഞാൻ രാവിലെ 9 മണിയായപ്പോൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സോ ഇനി റെഡി ആയിട്ട് കാണാം. സോ ഗായ്സ്, ഞങ്ങൾ ട്രെയിൻ കിട്ടുമെന്ന് അറിയത്തില്ല. 10:20 ട്രെയിൻ. ഞങ്ങൾ ഓടുകയാണ്. സോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി. ട്രെയിൻ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇന്ന് നല്ലൊരു വെക്ടറാണ്, നല്ല വെയിലുണ്ട്. സോ ഓക്കെ, ആണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട്. ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. സോ അതാണ് ഞങ്ങളുടെ ട്രെയിൻ, ബ്രെമൻ ഹെഡ്വാനോഫ്. സോ ഞങ്ങളിപ്പം ട്രെയിൻ ഇറങ്ങി. ഇനിയിപ്പോൾ എസ് ബാനിൽ കയറിയിട്ട് മാളിൽ പോകണം. ഇപ്പം ഇവിടെ നിന്നിട്ടൊരു ഗ്രൂപ്പ് ആൻഡ് ലിങ്കൻ 10 എന്ന് പറഞ്ഞിട്ടൊരു ബസ് വരും. സോ അതിന് പോകണം. 5 ആണോ? 5 ഓക്കെ, 5-ന് വരണം. ഇവിടെ ആട്ടോ ബസ് വരണ്ടേ. ഇതാണ് എസ് ബാൻ. ട്രെയിൻ പോലെ തന്നെ അല്ലേ. ഓ, ഞങ്ങളങ്ങനെ ലാസ്റ്റ് എത്തിയിരിക്കുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞ മാള്. വലുതാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി സംഭവമൊക്കെ കാണിച്ചു തരാം. ഇവിടെ മോസ്റ്റ് എല്ലാ ബ്രാൻഡഡ് കമ്പനീസും ഇതിനകത്തുണ്ട്. എനിക്ക് ചെന്ന് കാണാം. സോ ആദ്യം ഞങ്ങൾ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ കയറുന്നത്. ഇവിടെ കുറേ വിൻ്റർ കളക്ഷൻസൊക്കെ ഉണ്ടാവും. സോ നോക്കാം. സോ ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത കടയിൽ പോയി നോക്കിയിട്ട് വരാം. ഞങ്ങളിപ്പോൾ H&Mലാണ്. H&Mൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതും കുറേയൊക്കെ കാശ് ഇതുണ്ടല്ലേ, സെയിലുണ്ട്. നല്ല സൂപ്പർ പാൻറ് എല്ലാം ഉണ്ട്. സോ ഞങ്ങൾ H&Mൽ 100 യൂറോ പിടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് പഠിക്കാനായിട്ട് ഞങ്ങൾ ഡെക്കാത്ലോണിലേക്ക് പോകണം. അതിന്റെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ സർപ്രൈസ് ആയിട്ട് വരുന്നത്. അതെ. സോ ഇനി അവിടെ വെച്ച് കാണാം. ഹലോ. സോ കുറേ കാശ് പോയപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനി ആ സങ്കടത്തിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു അലീന? എങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസിങ്? സൂപ്പർ. എത്ര കാശ് പോയി അറിയില്ല. സമാധാനം ഉണ്ട് ഇപ്പോൾ. നിനക്കെങ്ങനെയുണ്ട് സമാധാനം? വാക്കുകളില്ല. അങ്ങനെ പറയല്ലേ. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഇവിടെ കയറണോ? ഓ എന്റെ മുന്നിൽ. സോ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. സോ ഫൈനലി ഞങ്ങൾ KFC ചിക്കൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. വേണോ? വേണ്ട, ഡ്രിങ്ക് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പിന്നെ ഫുഡ്? അയ്യോ, ലിപ്സ്റ്റിക്ക് പറ്റി ഗൈസ്. ഫുഡ് സൂപ്പറായിരുന്നു. കയറിയിട്ട് ഞാൻ അലീനയ്ക്കും അബീക്കും എൻ്റെ വക ചിലവൊക്കെ ചെയ്ത് കൊടുത്തു. കുറേ നാളായിട്ട് അവർ ചോദിക്കുന്നത് ചേച്ചി എന്തെങ്കിലും മേടിച്ചു തരാൻ അല്ലേ. ഇനി ഞങ്ങൾ എനിക്ക് തന്നില്ല. ഇവരിങ്ങനെയൊക്കെ പറയും, ഡയലോഗ് അടി മാത്രം അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കരുത്. യെസ്, ഞാനപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു സ്നേഹനിധി, ദാനധർമ്മി, അങ്ങനെ വേണ്ട എല്ലാ ഗുണങ്ങളും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിവർ ചോദിക്കുമ്പോൾ കാശൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കും. ഞാനൊരു 10 യൂറോ തന്നെ ഓഫ് കോഴ്സ് ഞാൻ തരുന്നതായിരിക്കും. പിന്നെ എന്നായിരുന്നു, ഇത് കാണുന്ന എൻ്റെ ഡാഡിയോട്, എൻ്റെ പപ്പയോട് ഈ പ്രാവശ്യത്തെ ശമ്പളം ഞാൻ തിന്നും കുടിച്ചില്ല തിന്നും
തിന്നും ഡ്രസ്സ് വാങ്ങിച്ചും തീർത്തിട്ടുണ്ട്. സന്തോഷമായില്ലേ പപ്പയ്ക്ക്? എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഗായ്സ്, നമ്മൾ അടുത്ത വണ്ടി ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളുടെ ബസ്സുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ എണീക്കാൻ തുടങ്ങും ഇവിടുന്ന്. കഴിഞ്ഞിട്ട് ട്രെയിൻ കയറി വീട്ടിലെത്തുമ്പോൾ ഒരു ഏതായാലും രാത്രി 7 മണി കഴിയുമായിരിക്കും. സോ ഇതിൻ്റെ മേളിൽ നിന്നുള്ള ഒരു ഓവർ വ്യൂ ആട്ടോ ഇത്. ഇതൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കയറാനൊന്നും പോകുന്നില്ല. അത് പിള്ളേർക്കുള്ള സ്ഥലമാണ്. ജസ്റ്റ് കാണുന്നത് മാത്രം. അല്ല, നമുക്കും പറ്റും, പക്ഷെ ഞങ്ങൾ കയറുന്നില്ല. സോ ഗൈസ്, എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു. അതുകൊണ്ട് ബൈ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.